നിങ്ങൾ അറിഞ്ഞു കാണും, മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ മഹാരാഷ്ട്രയിലുള്ള വലിയൊരു കൂട്ടം ദളിത് കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് അംബേദ്കറൈറ്റ്സ് അവർ പ്രകടനം നടത്തി RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ RSSനെ ബാൻ ചെയ്യണം. ചിലപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു റാലി, ദളിറ്റ്സ് ആദ്യമായിട്ട് തെരുവിലിറങ്ങുന്നത് RSSനെ ബാൻ ചെയ്യണം. അതായത് ഇന്ത്യൻ ഭരണഘടനയ്ക്കനുസരിച്ചല്ല ഇത് പോകുന്നത്. ആദ്യം മഹാരാഷ്ട്ര പോലീസ് അതിന് പെർമിഷൻ കൊടുത്തില്ല. പിന്നീട് പെർമിഷൻ ഇല്ലാഞ്ഞിട്ട് അത്രയും ആൾക്കാർ കൂടിയിട്ട് അതിന് മുമ്പിൽ റാലി നടത്തി. അതിനെ നിങ്ങൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഇവന്റ് തന്നെയാണ് ആ സംഭവം. അതിന് പ്രസക്തിയുണ്ട്. അതായത് മനുസ്മൃതി കത്തിച്ചത് ഡോക്ടർ BR അംബേദ്കറാണ്. അതിൻ്റെ 100ാമത്തെ വാർഷികം ആനിവേഴ്സറി വരികയാണ് ഈ ഡിസംബറിൽ 2026. ഇന്ത്യയിലാകമാനം ദളിത് കമ്മ്യൂണിറ്റി അംബേദ്കറൈറ്റ്സും തീരുമാനിച്ചിരിക്കുന്നത് മനുസ്മൃതി കത്തിക്കാൻ. ആലോചിച്ച ഡയറക്റ്റ് ഫൈറ്റ് വരികയാണ് ദളിത് കമ്മ്യൂണിറ്റിയും ഈ പറയുന്ന RSSും ഈ സനാതന ധർമ്മക്കാരുമായിട്ട്. അതാണ് ഞാൻ നേരത്തെ പല വീഡിയോയിൽ പറഞ്ഞത്, ഇവരീ പറഞ്ഞ ദളിറ്റ്സിനെ വെറുതെ കയറി ചൊറിയാൻ പോയി. ഇനി അതിൻ്റെ ഒരു ചരിത്രം നിങ്ങൾ കേട്ടോണം. റിയാലിറ്റി. ഗവായിക്കെതിരെ ഷൂ എടുത്തെറിഞ്ഞു. ഇന്ത്യയിലാകമാനം നിങ്ങൾക്കറിയാം, ഞാൻ പല വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്രിസ്ത്യൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ ദളിറ്റ്സും ആദിവാസികളുമാണ്. നമ്മൾ മനസ്സിലാക്കുന്ന അതിന് മുമ്പൊരു മൂവ്മെന്റ് ഇന്ത്യയിലുണ്ടായിരുന്നു. ഈ ദളിറ്റ്സ് ഏറ്റവും കൂടുതൽ അംബേദ്കറിന്റെ ആ പാത പിന്തുടർന്നുകൊണ്ട് ഈ സനാതന ധർമ്മവും ഈ ഉച്ച നീച ജാതി വ്യവസ്ഥയെ എതിർത്തുകൊണ്ട് അവര് ബുദ്ധിസ്റ്റുകളാകാൻ വേണ്ടി പ്രയത്നിച്ചു. അതിന് വലിയൊരു മൂവ്മെന്റ് ഒരു സമയത്തുണ്ടായിരുന്നു ഇന്ത്യയിൽ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഈ പറയുന്ന ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഗവായിയും അങ്ങനെയുള്ള പല ആൾക്കാരും ബുദ്ധിസ്റ്റുകളായി. കാരണം ഇതിൻ്റെ അകത്ത് ഈ സംഭവം സഹിക്കാൻ പറ്റാഞ്ഞിട്ട്. അപ്പൊ അന്ന് ആ ഒരു മൂവ്മെന്റ് ഇന്ത്യയിൽ ദളിറ്റ്സിനിടയ്ക്ക് ഉണ്ടായിരുന്ന ആ മൂവ്മെന്റിനെ അടിച്ചൊതുക്കിയത് ആരാണെന്നറിയാം? ബേസിക്കലി ഈ പറയുന്ന RSS. ആ മൂവ്മെന്റിനെ അടിച്ചൊതുക്കിയില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ ദളിറ്റ്സ് വലിയൊരു ഭൂരിഭാഗവും അവര് ബുദ്ധിസ്റ്റായിട്ട് മാറിയേനെ. അതിന് പിന്തുണയും ഫിനാൻഷ്യലായിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. മായാവതി അവിടെ UP മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. അവർ BSP വലിയ ഫോഴ്സായിട്ട് വരുന്നു. ഈ സമയത്തൊക്കെ അവർക്കൊരു ഗ്ലോബലായിട്ട് ഒരു പിന്തുണ ഉണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ ചരിത്രപരമായൊരു സംഭവം എന്ന് പറയുന്നത്. കൊറിയയുടെ ഒരു പിന്തുണയുണ്ടായിരുന്നു, ജപ്പാന്റെ പിന്തുണയുണ്ടായിരുന്നു, മറ്റുള്ള ബുദ്ധിസ്റ്റ് രാജ്യങ്ങളുടെയും പിന്തുണയുണ്ടായിരുന്നു. പിന്നീട് ഈ കൊറിയയിലുണ്ടായ ക്രിസ്ത്യൻ റിവൈവൽ, അതോടുകൂടി ബുദ്ധിസം അവിടെ പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതേപോലെ തന്നെ ജപ്പാനിലും ഈ റിവൈവൽ ഉണ്ടാക്കിയപ്പം അവിടെ ബുദ്ധിസം എത്തുന്ന ആൾക്കാരങ്ങ് മാറി. അത് ഇന്ത്യയിലും എഫക്റ്റ് ചെയ്തപ്പോൾ ഈ പറയുന്ന ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റിക്കകത്തും അവരുടെ ഫണ്ടിങ് ആണെങ്കിൽ, ഐഡിയോളോഗ് ആണെങ്കിൽ, സപ്പോർട്ടിങ് ആയിട്ടുള്ള ഇന്റർനാഷണൽ രീതിയിലുള്ള സപ്പോർട്ടും ഇല്ലാതായി മാറി. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ദലൈലാമയെ അവിടുന്ന് ഒതുക്കാൻ ശ്രമിച്ചപ്പം അയാൾ അവിടുന്ന് ചൈനയിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരികയും ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് പല ബുദ്ധിസ്റ്റ് സ്റ്റേറ്റുകളുണ്ടായിരുന്നു. ഈ ബുദ്ധിസ്റ്റ് സ്റ്റേറ്റുകൾ ഇൻക്ലൂഡിങ് മിസോറാം, സിക്കിം ആണെങ്കിലും മറ്റു പല ഭാഗത്തും അവിടെ ബുദ്ധിസം ഒക്കെ വളരെ വളരെ ചെറുതായിട്ടേ ഉള്ളൂ. ഈ പറയുന്ന പോലെ വിസിബിളി അവർക്ക് ഈ അവരുടെ ടെമ്പിളും പരിപാടികളൊക്കെ ഉണ്ട്. എന്നാൽ അവരുടെ അംഗസംഖ്യ ഭയങ്കരമായിട്ടും കുറഞ്ഞു. ഉറപ്പായിട്ടും അവർ പോയിരിക്കുന്നത് ക്രിസ്ത്യൻ ഫെയ്ത്തിലോട്ടാണ് പോയിരിക്കുന്നത്. നമുക്ക് വിസിബിളായിട്ട് നോർത്ത് ഈസ്റ്റിൽ കാണാൻ സാധിക്കും. ഇപ്പം ഈ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ, അതായത് ഈ അംബേദ്കറൈറ്റ്സിന്റെ പ്രശ്നം ഇങ്ങനെ കത്തുമ്പോൾ, ഈ ഇഷ്യൂ ഇത്രയും പെട്ടെന്ന് ആളിക്കത്താനുണ്ടായ റീസൺ ഞാൻ നേരത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ഈ ദളിത് ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഒരു ഭയങ്കരമായിട്ട്, അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദളിത് ക്രിസ്ത്യൻ ഒന്നാകുന്നത് പെട്ടെന്ന്. അവർക്ക് സപ്പോർട്ടായിട്ട് അംബേദ്കറൈറ്റ്സും ഭീം ആർമിയും അവരും ഇവരും
അവരതിന് സപ്പോർട്ടായിട്ട് ചർച്ചിൻ്റെ മുമ്പിൽ കൂടുന്നു, പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, അവരെ തുടരുന്ന് പറയുന്നു. എവിടെ പോയി ഈ ജ്യോതി ശർമ്മ? എവിടെ പോയി? അവർ വലിയ ഭീഷണിപ്പെടുത്തില്ല. അവരുടെ മോനെ ട്രേസ് ചെയ്യുന്നു, അവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നു, ഇവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നു. എവിടെ പോയി? അതായത് വെറുതെ ഇരുന്നിടത്ത് പോയി ചൊറിയാൻ പോയതാ ഇഷ്യൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവമൊക്കെ ഉണ്ടായി വരികയും നമ്മളെ ഛത്തീസ്ഗഡ് ഇഷ്യൂ ആണ് ഇതൊരു ഗ്ലോബലായിട്ട് മാറുകയും ഇന്ത്യയിൽ സോഷ്യൽ മീഡിയയെ കൂടെ വലിയൊരു ഇഷ്യൂവായി മാറുകയും പിന്നീട് നാഗ്പൂരിൽ വന്ന് ഈ റാലി നടത്തുകയും ഇന്ത്യ മുഴുവനും പല ഭാഗത്തും ഈ RSSനെ ബാൻ ചെയ്യുന്ന അംബേദ്കറൈറ്റ്സ് പലയിടത്തും റാലി നടത്തി. ഇന്ത്യൻ്റെ മെയിൻ സ്ട്രീം മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ അവരുടെ മനുസ്മൃതി, അതേപോലെ കർണാടക അവിടുത്തെ പ്രിയങ്ക് ഖാർഗെ, അവിടുത്തെ മന്ത്രി ഖാർഗെയുടെ മകൻ, കോൺഗ്രസ് പാർട്ടിയുടെ AICC പ്രസിഡന്റിന്റെ മകൻ, അയാൾ പറയുന്ന ഇഷ്യൂസൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? പെട്ടെന്നുണ്ടായി വന്നതാന്ന്. അവരുടെ മനസ്സിൽ കിടന്ന പുകഞ്ഞ ഇഷ്യൂസ് എല്ലാം കൂടെ പെട്ടെന്ന് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതായത് ഫേസ് ടു ഫേസ് ഫൈറ്റിലോട്ട് പോവുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതുണ്ടാകും. ഇതിനെല്ലാം കാരണം ഇവരാണ്. കാരണം ഇവരെ പഴയ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ബുദ്ധിസം അന്ന് ഇത് എതിർത്തു, അതിനവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു, ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അതിനുശേഷം അവസാനം അവർ ക്രിസ്ത്യൻസ് ആയിട്ട് വന്ന് മറ്റൊരു എൻറ്റയർ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫെയ്ത്തിലോട്ട് വന്നപ്പോൾ അതിനെ അവർ അടിക്കാൻ ശ്രമിച്ചു, നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, അവരുടെ ഗ്രോത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ എല്ലാം തുടക്കമാണ് ഈ കാണുന്നത്. ഇത് ഇന്ത്യയിൽ മുഴുവനും ഇഷ്യൂ ആകും. ഞാൻ വെറുതെ പറയുന്നതല്ല, കാരണം വെൽ സ്റ്റഡീഡ് ആണ് ഇഷ്യൂ. ഞാൻ പല ആൾക്കാരോടും ചോദിച്ചു കഴിഞ്ഞപ്പോഴും അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ നാഗ്പൂര് RSSന്റെ മുമ്പിൽ നടത്തിയ ആ പ്രകടനത്തിന്, ആ റാലിക്ക് അത് പ്രസംഗിച്ച നാലാമത്തെ ജനറേഷൻ അംബേദ്കറിന്റെ അതായത് പ്രകാശ് അംബേദ്കറിന്റെ മകൻ സുജിത് അംബേദ്കറാണ് പ്രസംഗം. അത് UK പോയി പഠിച്ചിട്ട് ജേർണലിസ്റ്റായിരുന്നു. പിന്നീട് ഈ പൂർണ്ണ സോഷ്യൽ ആക്ടിവിറ്റിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, ഗിറ്റാറിസ്റ്റും പിയാനിസ്റ്റൊക്കെയാണ്. അയാളാണ് ഇപ്പം പുതിയ തലമുറയുടെ ആളായിട്ട്, ന്യൂജൻ തലമുറയുടെ ആളായിട്ട് സുജിത് അംബേദ്കറാണ് ഈ നേതൃത്വം കൊടുക്കുന്നത്. ഇതാണ് മാറ്റം എന്ന് പറയുന്നത്. ഈ മാറ്റമാണ് ബേസിക്കലി ഇന്ത്യ ഇനിയും കാണാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പല സനാതനികൾക്ക് അത് മുക്കിപ്പിടിച്ച്, ജാതി മുക്കിപ്പിടിച്ച് നടക്കുന്നവർക്ക് അടി കിട്ടും. കാരണം ഈ പറയുന്ന ഇന്ത്യയിലെ ബാക്ക്വേർഡ് ക്ലാസ്, ദളിത് കമ്മ്യൂണിറ്റി, SCയും STയും അവരൊന്നാകും. കാരണം അവരെ ഒന്നും ഈ പറയുന്ന ആൾക്കാർക്ക് ഇനി അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കഴിഞ്ഞ 20 വർഷം കൊണ്ട് അവരിലുണ്ടായ ഗ്രോത്ത്, ഫിനാൻഷ്യൽ ഗ്രോത്ത്, എഡ്യൂക്കേഷൻ, ഇതിൻ്റെ പേരിൽ ഇനി അവരുടെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യാൻ പോകരുത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കാണ്, ലക്നൗവിൽ ഒരു അമ്പലത്തിൽ ഒരു 65 വയസ്സുള്ള ഒരാൾ, അയാൾ ഹിന്ദു വിശ്വാസിയാണ്. ശ്രദ്ധിച്ചു കേൾക്കേണ്ട ടോപ്പിക്കായത്. അപ്പം അയാൾക്ക് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെട്ടു. അപ്പം ആ അമ്പലത്തിൻ്റെ അപ്പുറത്ത് മാറിയുള്ള ആ പടികൾ കയറുന്ന സമയത്ത്, എന്നിട്ട് ആ പടിയിൽ അയാളൊണ്ട് ഇരുന്നു. പ്രായമുള്ള മനുഷ്യന്, അസുഖമുള്ള മനുഷ്യൻ. അയാൾ അറിയാതെ അയാളുടെ കുപ്പായത്തിൽ മൂത്രം ഒഴിച്ചു. സത്യമാണ്. ഒരു പ്രായമുള്ള മനുഷ്യൻ, അസുഖമുള്ള മനുഷ്യൻ. എന്നിട്ട് അവിടെയുള്ള ഒരു അപ്പർ കാസ്റ്റുകാരൻ, ഒരു ഗോൾഡ് വ്യാപാരി വന്ന് അയാളെ അടിപ്പിച്ചിട്ട് അയാളെ കൊണ്ട് ആ മൂത്രം കുടിപ്പിക്കുന്നു. ഇതൊക്കെ നിങ്ങളിത് വായിക്കുകയും ഈ വാർത്തയൊക്കെ കാണുമ്പോൾ ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിലെ ദളിത്സ് ഇതൊക്കെ അങ്ങ് സൂചിച്ചുകൊണ്ടിരിക്കുകയാണെന്നോ നിങ്ങളുടെ ധാരണ? ഒരു ഹിന്ദു വിശ്വാസിയാണ് ഈ ദളിത്. അയാൾ ഈ അമ്പലത്തിൽ പോയപ്പോഴാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു വിശ്വാസിയുടെ കാര്യം, ഒരു നോൺ ഹിന്ദു വിശ്വാസിയുടെ കാര്യമല്ല പറയുന്നത്. പിന്നെ ഇവരുടെ മനസ്സിൽ തോന്നലുണ്ടാവത്തില്ല, പിന്നെ എന്തിനാ ഞാൻ ഹിന്ദു ആകുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാനൊരു അസുഖം വന്നു, ഞാൻ അവിടെ ഇരുന്നു, അറിയാതെ മൂത്രം ഒഴിച്ചു, എന്നിട്ട് അയാളെ കൊണ്ട് മൂത്രം കുടിപ്പിക്കുന്നു, അയാളെ ശരി അടിക്കുന്നു, ഉപദ്രവിക്കുന്നു. എന്നിട്ടത് ദളിത് അട്രോസിറ്റീസ് ആക്ടിനകത്ത് വന്നു. എന്താണ് UPയിലെ അപ്പർ കാസ്റ്റിന്റെ സനാതനികളുടെ ആവശ്യം എന്താണെന്നറിയോ? പ്രധാനമായിട്ടും UPയിൽ മറ്റെല്ലാ സ്റ്റേറ്റുകളിലും അവർക്ക് ഈ ദളിത് അട്രോസിറ്റീസ് ആക്ട് എടുത്ത് മാറ്റണം. വലിയ പ്രശ്നമൊക്കെയാണ് മോദിയുടെ മുമ്പിൽ. പക്ഷെ മോദി അത് സമ്മതിക്കുന്നില്ല. ഇതാണ് ബേസിക്കലി RSSും മോദിയും തമ്മിലുള്ള പ്രശ്നം. ബേസ് ഇഷ്യൂ ഇതാണ്. മോദിക്ക് ഇവരെ സഹായിക്കണമെന്നുണ്ട് ബേസിക്കലി.
പക്ഷെ RSSന്റെ അപ്പർ കാസ്റ്റ് BJPയുടെ അപ്പർ കാസ്റ്റ് അയാളെ സഹായിക്കുന്നില്ല. ഇത് യഥാർത്ഥ സത്യമാണ് ഞാൻ ഈ പറയുന്നത്, ഞാൻ വെറുതെ പറയുന്നതല്ലേ. മോദി ഈ പറയുന്ന ദളിതരുടെ കാലൊക്കെ കഴുകിയതൊന്നും ഇവർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനൊക്കെ ഞാൻ പൂർണ്ണമായിട്ടും മോദിയെ സപ്പോർട്ട് ചെയ്യാം. മോദിക്ക് ഈ കാസ്റ്റിസം മാറ്റണമെന്നുണ്ട്, പക്ഷെ അയാളെ സമ്മതിക്കത്തില്ല. അതിന്റെ പേരിൽ തന്നെ 75-ാം വയസ്സിൽ റിട്ടയർ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് മോഹൻ ഭാഗവത് ഈ പരിപാടികളൊക്കെ ആയിട്ട് ഒരു പരിധി കൂടെ തുടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഗെയിമുകളും കളികളും ഒക്കെ മനസ്സിലാക്കുവാണെങ്കിൽ മോദിയെ മാറ്റാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് RSSനകത്തും ഈ പറയുന്ന BJPയുടെ അപ്പർ കാസ്റ്റിന്റെ സോളിഡ് വിങ്ങിനാണ്. അവർക്ക് ഈ രീതിയിൽ മോദിയെ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് വലിയ യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ കർണാടകയിലെ സോളിഡ് ആയിട്ടുള്ള RSSന്റെ സ്ട്രോങ് അപ്പർ കാസ്റ്റുകാർക്കും മോദിയോട് താല്പര്യമൊന്നുമില്ല. ഇതാണ് എൻ്റെ കാര്യം. ഞാൻ ഈ ടോപ്പിക്കിലോട് വരുമ്പോൾ പറയാൻ പോകുന്ന കാര്യം, ഈ മനുസ്മൃതി കത്തിക്കലും ഒക്കെ വന്നു കഴിയുമ്പോൾ പിന്നീടുണ്ടാകാൻ പോകുന്നത് വലിയ ഇഷ്യൂ ആണ് ഇന്ത്യയിൽ, ദളിറ്റ്സും അപ്പർ കാസ്റ്റുമായിട്ട്. കാരണം ഈ ദളിറ്റ്സിനെ എവിടെ കൂടാൻ അവർക്കൊരു പ്ലാറ്റ്ഫോം ഈ ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഈ കൊടുക്കുന്നത്. എഡ്യൂക്കേഷൻ കൊടുത്തു, അത് കഴിഞ്ഞ് അവർക്കൊരു കമ്മ്യൂണിറ്റി കൊടുത്തു, ചർച്ചുകൾ കൊടുത്തു സംസാരിക്കാനും. ഇത് മാറ്റമാണ് ഇവർക്ക് ഭയക്കുന്നത്. കാരണം ഇത് നാളത്തെ വോട്ട് ബാങ്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവരൊന്നും പവറിലില്ലാതായി പോവും. ഇതൊക്കെ വലിയ ഡിസ്കഷൻ നടക്കുന്നത് ഇന്റേണലി RSSന്റെ അകത്തും ഈ പറയുന്ന സംഘപരിവാറിന്റെ അകത്തും. അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ബജറാങ് ദൾ ഇറങ്ങിയിരിക്കുന്ന പല ചർച്ചകൾ അടിക്കുക, ഉപദ്രവിക്കുക, പ്രശ്നമുണ്ടാക്കുകയോ, തൊലയ്ക്കുകയോ, പാസ്റ്റർമാരെ ഓടിക്കുകയോ, കള്ളക്കേസിട്ട് ജയിലിലിടുക. അല്ലാതെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട സാധനമൊന്നുമില്ല. അപ്പൊ തിരിച്ചുള്ള അടി അതായത് റിട്ടാലിയേഷൻ, ഈ രീതിയിലൊന്നും ഒരിക്കലും RSSും സംഘപരിവാരും പ്രതീക്ഷിച്ചില്ല. RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് ഇതേപോലെ റാലി നടത്തും. അവർ ഭരിക്കുന്ന സമയത്താണ്, BJP മഹാരാഷ്ട്ര ഭരിക്കുമ്പോഴാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു സ്കൂളിന്റെ മുമ്പിൽ RSSനെ റിക്രൂട്ട് ചെയ്യാൻ ആൾ വന്നപ്പോൾ അവിടുന്ന് ആൾക്കാരെ ഒരു അംബേദ്കറേറ്റ് വന്ന് ഓടിച്ചു കളയുന്നു പോലീസിനെ വിളിച്ചിട്ട്. പോലീസിനും നിശബ്ദമായി പോകേണ്ടി വരും. കാരണം ഈ പറയുന്ന ദളിറ്റ്സ് പറയുന്നത്, ദളിത് കമ്മ്യൂണിറ്റി കൂട്ടർ അംബേദ്കറേറ്റ് പറയുന്നത് എന്താ അവർ പറയുന്നത്? ബേസിക്കലി അവർ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന RSS അംഗീകരിക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഇതാണ് ഇതിന്റെ സംഭവം എന്ന് പറയുന്നത്. അവരിന്നും ഗാന്ധിജി അംഗീകരിക്കുന്നില്ല. അപ്പൊ ആ രീതി പോകുന്ന സംഭവം അതുകൂടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തൊക്കെ ഗെയിമാണ് ഈ അംബേദ്കറിനെ നശിപ്പിക്കാൻ വേണ്ടി, ആ പേര് നശിപ്പിക്കാൻ വേണ്ടി കാണിച്ചത്. കഴിഞ്ഞ എത്രയോ വർഷമായിട്ട്, ഇപ്പോഴൊന്നുമില്ല, കഴിഞ്ഞ 10-50 വർഷമായിട്ട് അംബേദ്കറിനെതിരെ ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയത് ആരാ? ഇന്ത്യയിൽ അറിയപ്പെടുന്ന റൈറ്റ് വിങ്ങിന്റെ RSSുമായിട്ട് ബന്ധമുള്ള വലിയ വലിയ റൈറ്റേഴ്സ്. അരുൺ ഷൂറി അംബേദ്കറിനെ പറ്റി ഏറ്റവും മോശമായ പുസ്തകം നിങ്ങൾ വന്ന് വായിച്ചു നോക്കാം. വളരെ മോശമായിട്ട് എഴുതിയത്. ബേസിക്കലി BJPയുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ഒരു ജേർണലിസ്റ്റ് കൂടിയായിരുന്നു. UN വർക്ക് ചെയ്ത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്ററായിരുന്നു, ഏഷ്യൻ ഏജിന്റെ എഡിറ്ററായിരുന്നു. അവരങ്ങ് ഇഷ്ടം പോലെ ബുക്കുകൾ അംബേദ്കറിനെതിരെ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴാണ് ബേസിക്കലി ഇതൊക്കെ ദളിത് കമ്മ്യൂണിറ്റി ഇപ്പോഴാണ് അവർ എഡ്യൂക്കേഷൻ കിട്ടി പഠിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് പിടികിട്ടിയത് ആരാണ് അവർക്കെതിരെ ഈ ബുക്സും ഈ പറയുന്ന ക്യാമ്പയിനും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, പുറകിൽ ആരൊക്കെയാണ്. ഇതാണ് ഇഷ്യൂ. അതാണ് ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അവർ ഈ കാര്യം ഡിജിറ്റൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കും. അവർക്കും ഈ കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഇതേപോലെയുള്ള ടൂൾസ് ഇഷ്ടം പോലെയുണ്ട്. ഇതൊക്കെയാണ് കാര്യം. അപ്പൊ അതിനിടയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കണം, പല രീതിയിലുള്ള ഫോറിൻ സാധനങ്ങൾ ഉപയോഗിക്കരുത്, അമേരിക്കൻ ടെക്നോളജി ഉപയോഗിക്കരുത്, ഇന്ത്യൻ സാധനങ്ങൾ ഉപയോഗിക്കണം, സ്വദേശി സാധനം ഉപയോഗിക്കണം, ഇന്ത്യൻ സാധനങ്ങൾ വാങ്ങണം, അതിൽ കൂടെയാണ് പോകേണ്ടതെന്നൊക്കെ പറയുമ്പോഴും ഇവർക്കറിയാം. പശുവുമായിട്ടുള്ള പൊളിറ്റിക്സ് ഇവർക്കറിയാം. ബേസിക്കലി ബീഫ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ 2 കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. ഒന്ന് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി, മറ്റൊന്ന് ദളിറ്റ്സ് ആണ്. അല്ലാതെ ഈ പറയുന്ന പിന്നെ അത് കഴിഞ്ഞ് ദളിറ്റ്സ് കൺവേർട്ട് ചെയ്ത് അവർ ഈ പറയുന്ന ക്രിസ്ത്യനൊക്കെ അവരിത് കഴിക്കും. കാരണം ചീപ്പായിട്ട് കിട്ടുന്ന ഏറ്റവും വലിയ നോൺ വെജ് പ്രോട്ടീനാണ് കാര്യം. അപ്പം ഇത് ഇന്ന വസ്ത്രമേ ധരിക്കാവൂ, ഇന്ന സാധനങ്ങളെ ധരിക്കും. ഈ ദളിറ്റ്സിനിടയ്ക്ക് പോലും നിങ്ങൾക്കറിയാം മാറ് പറയ്ക്കുന്ന സംഭവമൊക്കെ ഇന്ത്യയെ വലിയ സുപ്രധാനമായിരുന്നു, വലിയ സംഭവമായിട്ട് നടന്നതാണ്. അവൻ ഡ്രസ്സ് ഇട്ട് നടക്കുന്ന ഇവർക്കൊന്നും ഇഷ്ടമൊന്നുമല്ല. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ ഇഷ്ടമല്ല. ഇതാണ് മൾട്ടിപ്പിൾ ഇഷ്യൂസാണ്, ഒരു ഇഷ്യൂ മാത്രമല്ല. എവിടാണ് അമ്പലത്തിൽ ഇവരെ കയറ്റുന്നേ?
അവരവരുടെ അമ്പലം, അവരുടെ പൂജാരി, അവരുടെ ആൾക്കാർ ഒരു പാവം പിടിച്ച അമ്പലത്തിൽ പോയി ഇതാ കാണിക്കുന്നത് ലക്നൌവിലുണ്ടായ പോലെ സംഭവം. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായിട്ട് നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ഇപ്പം ഈ പറയുന്ന പോലെ ഇതൊന്നും തമിഴ്നാട്ടിൽ നടക്കുന്നൊന്നുമില്ല. കാരണം തമിഴ്നാട് ദ്രാവിഡിയൻ പൊളിറ്റിക്സ് ഇതിനെയൊക്കെ നശിപ്പിച്ച് കളഞ്ഞു. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു റവല്യൂഷണറി റിഫോംസിന്റെ കാര്യമാണ് നാഗ്പൂരിൽ നടക്കുന്നതിന്റെ പ്രധാന തെളിവ്. അത് ഇനി വരാനുള്ള ദിവസങ്ങളിൽ അത് വലിയ രീതിയിൽ അലേർട്ടായി ഇന്ത്യ മുഴുവനും അലയടിക്കാൻ പോകുന്ന ഒരു സൂചനയാണ് നാഗ്പൂരിൽ കൊടുത്ത ദളിത് കമ്മ്യൂണിറ്റി. അവരെ സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ട് പോകും. കാരണം ഇപ്പോഴവർ എഡ്യൂക്കേറ്റഡ്. നേരത്തെ ബുദ്ധിസം സംഭവം അവരൊന്നത്ര എഡ്യൂക്കേറ്റഡ് അല്ലായിരുന്നു. ഫിനാൻഷ്യലി അവർ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ അവർ ജോലി ചെയ്താൽ പണം ചോദിച്ച് വാങ്ങുന്ന രീതിയിലോട്ടായി മാറി. ഇതാണ് ഇന്ത്യ ഒരു നല്ല കാലഘട്ടം എന്ന് ഞാൻ പറയുന്നത്. കാരണം ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും ദളിത്സ് ആണെങ്കിലും ആദിവാസികളാണെങ്കിലും അപ്പർ കാസ്റ്റ് ആണെങ്കിലും മറ്റാരാണെങ്കിലും എല്ലാവരെയും സമന്മാരായി കാണുന്ന ഒരു ദിവസം ഇന്ത്യയിൽ വരും. അതിന് വലിയ താമസമില്ല. ആ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ദളിത് കമ്മ്യൂണിറ്റി നാഗ്പൂർ റാലിയും അതേപോലെ ഡിസംബറിൽ വരാൻ പോകുന്ന മനുസ്മൃതി കത്തിക്കലിൻ്റെയും ഒക്കെ ഭാഗം. അത് ഇന്ത്യയിൽ ഒരു വലിയ വാതിലാണ് തുറക്കാൻ പോകുന്നത്. അതോടുകൂടിയാണ് ഇന്ത്യയുടെ സെക്കൻഡ് ഫേസ് ഡെവലപ്മെന്റ് ഉണ്ടാകാൻ പോകുന്നത്.